ലൂക്ക 6:35 തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. എന്നുവെച്ചാല് ഈ ദൈവത്തിന് സന്മനാകാൻ ഉള്ള ഒരു എളുപ്പ വഴിയെന്ന് പറയുന്നത് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യണതാണ്. നമ്മൾക്ക് രണ്ട് തരത്തിൽ സമ്പന്നരാകാൻ പറ്റും. ഒന്ന്, ഈ ദൈവ തിരുസന്നിധി തന്നെ നമുക്ക് ഇതുപോലെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് സമ്പന്നത നേടാൻ പറ്റും. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയണത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി 10 കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ ദൈവം ചിലപ്പോൾ 3 കാര്യങ്ങളെ നമുക്ക് സാധിച്ചു തരത്തുള്ളൂ. ബാക്കി 7 നമുക്ക് ന്യായമായിട്ട് തരാൻ പറ്റും. കാര്യം മറ്റുള്ളവർക്ക്, നമ്മളെക്കാൾ കഴിവില്ലാത്തവർക്കും യോഗ്യതയില്ലാത്തവർക്കും ദൈവവുമായി ബന്ധമില്ലാത്തവർക്കും ദൈവം അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ എന്തോ ദൈവം അത് റിസർവ് ചെയ്തിരിക്കുന്നു, തരണില്ല. അപ്പോൾ തിരിച്ചു കിട്ടും എന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ പ്രതിഫലം വലുതായിരിക്കും എന്നാണ്. ആ പ്രതിഫലം ഏതാണ്? നിത്യതയാണ്. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ ദൈവദിനത്തിന് സമ്പന്നനാകാൻ വേറെയും മാർഗമുണ്ട്. ഇപ്പോൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില മനുഷ്യന്മാരെ നമ്മൾ ഇപ്പോൾ തന്നെ, ഞാൻ ഓരോ രോഗികളെയൊക്കെ ആശുപത്രി കാണാൻ പോകത്തില്ലേ, അപ്പോൾ ഒറ്റവരെയും സഹപ്രവർത്തകരെയും ഇതൊക്കെ എല്ലാവരും കാണാൻ പോകും. അല്ലാത്തവരെ എന്നെ പരിചയമുള്ള, അടുപ്പമുള്ള, ജീവിച്ചിരുന്ന കാലത്ത് എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യരെയൊക്കെ അവർക്ക് ആശുപത്രിയിൽ പെട്ടുപോകുമ്പോൾ ചെല്ലും. ഞാൻ ചെന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ അവരെന്നെ കണ്ട ചിരിക്കത്ത് പോലും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. കാര്യം എന്താ? അവർ കോമായിലാണ്. ഞാൻ അവർക്ക് വേണ്ടി പണ്ടവർ എൻ്റെ നിഴൽ കണ്ട കയ്യും കൂപ്പി സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ച ആൾക്കാർ ഇപ്പം നിർവികാരമായിട്ട് എൻ്റെ മുഖത്ത് നോക്കും. എന്താ കാര്യം? അവർക്ക് ബോധമില്ല. അവരുടെ ബോധം പോയി. അവർ കോമായിലാണെങ്കിൽ പക്ഷെ നമ്മളെ മനസ്സിലാകത്തില്ല. അപ്പോഴും നമ്മൾ അവരൊക്കെ ഇപ്പം എന്തുമാത്രം ബൈസ്റ്റാൻഡേഴ്സ് ആണെന്നറിയാമോ?